മനുഷ്യന് വളരെ വിലപ്പെട്ടവയാണ് പല്ലുകൾ. താടിയെല്ലിനുണ്ടാകുന്ന വേദന, മോണരോഗം, പല്ലിനുള്ളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഭാവിയിൽ പല്ലിന്റെ ബലക്ഷയത്തിന് കാരണമാകുന്നത്. ഡെന്റൽ ഇംപ്ലാന്റ്, ലേസർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ചികിത്സാ രീതികൾ ദന്തപരിചരണത്തിനുള്ള എളുപ്പമാർഗങ്ങളാണ്. ദന്തപരിചരണത്തിൽ ഏറ്റവും പ്രധാനമായ ചികിത്സാ രീതി കൂടിയാണ് ലേസർ ട്രീറ്റ്മെന്റ്. പ്രമേഹ ബാധിതരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും ലേസർ ട്രീറ്റ്മെന്റ് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അനസ്തേഷ്യ പോലും ആവശ്യമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ചികിത്സാ രീതിയാണ് ലേസർ ട്രീറ്റ്മെന്റ്. പല്ലിന് നിറം ലഭിക്കാനും മോണ ആരോഗ്യകരമാക്കാനുമെല്ലാം ലേസർ ട്രീറ്റ്മെന്റ് ഉപകാരപ്രദമാണ്. വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ലേസർ ട്രീറ്റ്മെന്റിന്റെ ചെലവ് വളരെ കുറവാണ്. പല്ലിന്റെ ലേസർ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് മൈ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായിത്തിരിക്കുന്നത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ലേസർ കൺസൾട്ടന്റ് ഡോക്ടർ ജയരാജ് എസ് ആണ്. ഡോക്ടർ മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പല്ലുകളിലെ ലേസർ ട്രീറ്റ്മെന്റ് എന്താണ്? പല്ലുകളിലെ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ ലേസറുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ടിഷ്യൂ ലേസറുകളുണ്ട്. പല്ലുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളല്ലാതെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ ലേസറുകൾ ഉപയോഗിച്ച് മോണകളുടെ കറുപ്പ് നിറം മാറ്റുക, അതുപോലെ തന്നെ നാക്കിൻ്റെ ഫ്രീനം കട്ടിങ് അങ്ങനെയുള്ള ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാർഡ് ടിഷ്യൂ ലേസറുകൾ ഉപയോഗിക്കുന്നത് സാധാരണ ദന്ത ചികിത്സകൾ, അതുപോലെ തന്നെ പല്ല് കട്ട് ചെയ്യുക, പല്ലുകളുടെ ക്രൗൺ കട്ട് ചെയ്യുക, ചെറിയ സർജറികൾക്ക് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹാർഡ് ടിഷ്യൂ ലേസർ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ചികിത്സകൾ കൂടെ തന്നെ പ്രധാനമായിട്ടും റൂട്ട് കനാൽ ചികിത്സകൾ, മോണ ഫ്ലാപ്പ് ചികിത്സകൾ, മോണ ശസ്ത്രക്രിയകൾ അതിൻ്റെ കൂടെയും ലേസർ ഉപയോഗിച്ച് കൂടി ചെയ്യാവുന്നതാണ്. അത് അസിസ്റ്റ് ചെയ്ത് കൊണ്ട് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ രോഗങ്ങൾക്കായിരിക്കും കൂടുതൽ നമ്മൾ ലേസർ ചികിത്സ ഉപയോഗിക്കുന്നത്? ലേസർ ചികിത്സ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സോഫ്റ്റ് ടിഷ്യൂ, രണ്ട് തരത്തിലുള്ള ലേസറുകളാണ് നമുക്കുള്ളത്. സോഫ്റ്റ് ടിഷ്യൂ ലേസർ, പിന്നെ ഹാർഡ് ടിഷ്യൂ ലേസർ. സോഫ്റ്റ് ടിഷ്യൂ ലേസർ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക്, സൗന്ദര്യവർദ്ധക ചികിത്സകൾ, അതായത് മോണകളിൽ വരുന്ന കറുപ്പ് നിറം മാറ്റുക, മോണകളുടെ നീട്ടം കുറയ്ക്കുക. ചില ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കുമ്പോൾ മോണ കാണും, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ മോണയുടെ നീട്ടം കുറച്ചിട്ട് ചിരി മനോഹരമാക്കാൻ ഉപയോഗിക്കും. ചെറിയ ചെറിയ മോണകളിലും ചുണ്ടുകളിലും ഒക്കെ വരുന്ന ചെറിയ ചെറിയ മുഴകൾ ഒക്കെ മാറ്റുവാൻ സോഫ്റ്റ് ടിഷ്യൂ ലേസർ ഉപയോഗിക്കാം. അതുപോലെ ഹാർഡ് ടിഷ്യൂ ലേസർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് കട്ട് ചെയ്യാൻ, അതുപോലെ ചെറിയ ചെറിയ സർജിക്കൽ എല്ലിലുള്ള സർജിക്കൽ പ്രൊസീജിയർ അതിനൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. സാധാരണ എല്ലാ ദന്ത ചികിത്സകളും ലേസർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എന്റെ പേര് അഷ്റഫ്, മലപ്പുറത്ത് മഞ്ചേരി. എനിക്ക് പല്ലിന് ഈ പുളിപ്പ് ഉണ്ട് പല്ലിന്. ഓക്കെ ഓക്കെ. അത് ഈ ചികിത്സയോടെ മാറ്റാൻ കഴിയുമോ? പല്ലുകളിലെ പുളിപ്പ് ലേസർ ചികിത്സയോടെ മാറ്റുവാൻ സാധിക്കും, ഒരു പരിധിവരെ മാറ്റുവാൻ സാധിക്കും. നമുക്ക് ആദ്യം കാണേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പല്ല് പുളിപ്പ് വരാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വരുന്ന തേയ്മാനം കൊണ്ട് ചിലപ്പോൾ പുളിപ്പ് വരാം. പിന്നെ അതുപോലെ തന്നെ മോണരോഗം വഴി മോണകൾ താഴേക്ക് പോവുക, മോണരോഗങ്ങൾ വരിക, അങ്ങനെ റൂട്ടിൻ്റെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴും നമുക്ക് പുളിപ്പ് വരാം. ലേസർ ചികിത്സ വെച്ച് അതിന് പരിഹാരം കാണാവുന്നതാണ്. ഡോക്ടർ, ഇന്ത്യയിലെ ലേസർ ചികിത്സ എത്രത്തോളം പ്രചാരമുണ്ട്? ഇന്ത്യയിൽ ലേസർ ചികിത്സ പുതിയതായിട്ട് വന്ന ഒരു ഇതാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ തന്നെ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് തന്നെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പുതിയതായിട്ടൊരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ ലേസറാണ്. പിന്നെ നമ്മുടെ ആളുകളുടെ പ്രശ്നം നമ്മളത് ഉപയോഗിക്കാനുള്ള ഇനീഷ്യൽ ഒരു മടി ഉണ്ട്, പേഷ്യൻസിന്, രോഗികൾക്കും ഉണ്ട്, അതുപോലെ ഡോക്ടർമാർക്കും ഉണ്ട്. നല്ല ട്രെയിനിങ് ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്, പ്രശ്നങ്ങളില്ല. നല്ലോണം ട്രെയിൻ ചെയ്യണം, അതിൻ്റെ തിയറി പഠിക്കണം. അതിനുശേഷം പ്രായോഗിക ജ്ഞാനമുള്ളവർക്ക് ലേസർ വളരെ സേഫായിട്ട് ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കാട്ടിയും സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുന്നതിലും ഈസി ആയിട്ട് ലേസർ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്? ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് യമുനയാണ്. ഓക്കെ, യമുന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ മോളയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ. ബ്രഷ് ചെയ്യുമ്പോഴാണ് സാധാരണ അതിൽ മോണയിൽ ബ്ലഡ് വരുന്നത്, അല്ലെങ്കിൽ സാധാരണ അല്ലാതെ ഇരിക്കുമ്പോഴും ഉണ്ട് അല്ലേ? എത്ര കാലമായിട്ട് അങ്ങനെ ഉണ്ട്? ഒരു വർഷത്തിലായി. അതിനിടയിൽ ഡോക്ടറെ കാണിച്ചിരുന്നു. ഓക്കെ. എന്നിട്ട് ഒരു മരുന്ന് വാങ്ങി, എന്നിട്ട് ശരിയായില്ല. വീണ്ടും അതേപോലെ ഇപ്പം പല്ലിന് എന്തോ ഒരു
അസ്വസ്ഥത, ഇങ്ങനെ ഒരു വേദനയും പുളിപ്പ് പോലെ തോന്നുന്നുണ്ടോ? വേദന പോലെ തോന്നുന്നുണ്ടോ? ചെറുങ്ങനെ വേദനയുണ്ട്. ചെറുതായിട്ട് വേദനയുണ്ട്. മോണകളിൽ സാധാരണ ബ്ലഡ് വരുന്നതുകൊണ്ട് ഇത് ബ്ലഡ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോ കൂടുതലായിട്ട് വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സ്മെല്ല്. ഓക്കെ. പല്ല് ഡോക്ടറെ കണ്ടിട്ട് പല്ല് ക്ലീനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ക്ലീനിങ് നടത്തി. ക്ലീനിങ് നടത്തി. എത്ര നാൾ മുമ്പാണ് ചെയ്തിരുന്നത്? ക്ലീനിങ് നടത്തിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായി കാണും. ഓക്കെ. അതിന് ശേഷവും മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ബ്രഷ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് നേരത്തെ അന്ന് ക്ലീനിങ് ചെയ്തതിലും കൂടുതലായിട്ട് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് സെയിം അതേപോലെ തന്നെയാണ് നിലനിൽക്കുന്നത്? ഇപ്പോൾ അതേപോലെ തന്നെയുണ്ട്. ആണോ? ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ഇങ്ങനെ തേക്കാൻ ഇങ്ങനെ തുടങ്ങിയേ വേണ്ടു, അപ്പോഴേക്കന്നെ ഇങ്ങനെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവ് ഷുഗർ അങ്ങനെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള വേറെ മറ്റുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷമാണോ ക്ലീൻ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ? വളരെ നാളുകൾക്ക് ശേഷമാണോ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ക്ലീനിങ് ചെയ്തിട്ടുണ്ട്? മുമ്പ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും 6 മാസം മുമ്പ് 6 മാസം മുമ്പ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി ഒരു ചെക്കിങ് വേണ്ടി വരും മിക്കവാറും. കൂടുതലും പല്ലുകൾക്ക് ഇളക്കം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തണുപ്പ് കഴിക്കുമ്പോഴുള്ള പുളിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പുളിപ്പുകളില്ല, പക്ഷെ മോണയൊക്കെ വേദനയുണ്ട്. വേദനയുണ്ട്. ഇതെന്ന് വെച്ചാൽ മോണരോഗങ്ങളുടെ ഒരു സ്റ്റേജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അഴുക്ക് പറ്റിപ്പിടിച്ചിരുന്നിട്ട് മോണകളിൽ രക്തം വരും. അതും കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജ് എത്തുമ്പോഴേക്കും മോണകൾക്ക് ചെറിയ ബലക്ഷയം വരും, എല്ലുകൾ തേഞ്ഞു പോകും, മോണ താഴത്തേക്ക് ഇറങ്ങുക, അങ്ങനെയുള്ള പല്ലുകൾ ചെറിയ അനക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിലാണെങ്കിൽ നമുക്കത് എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൂടുതൽ ഡെപ്തിലേക്ക് എല്ല് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണ കറക്റ്റ് ചെയ്യാവുന്ന സർജറീസ് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. ലോക്കലിൽ തന്നെ ജസ്റ്റ് ചെയറിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന സർജറീസാണ്. അപ്പോൾ അത് ഒന്ന് ചെക്കിങ് ആവശ്യം വരും. എങ്ങനെയാണ് കൂടുതലും എത്രത്തോളം ഉണ്ട്, കാരണം എന്താണ്, എന്തെങ്കിലും ബ്ലീഡിങ്, എന്തെങ്കിലും എന്തെങ്കിലും ബ്ലീഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടി വരും കേട്ടോ. ഒരു ഡോക്ടറെ കാണേണ്ടി വരും കേട്ടോ. ഡോക്ടർ, നമ്മൾ സംസാരിച്ചിരുന്ന ഇന്ത്യയിലെ ലേസർ ചികിത്സയെ പറ്റിയായിരുന്നു. ഇപ്പോൾ ഈ ലേസർ ചികിത്സയുടെ ചെലവ് എത്രയാണ് ഏകദേശം? ലേസർ ചികിത്സകൾ അത്ര വലിയ ചിലവുകൾ വരില്ല. എന്നാലും ഒരു സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്നതിലും കുറച്ച് 2-3 ഇരട്ടി കൂടുതൽ ചിലവ് വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപകരണങ്ങളുടെ ലഭ്യത കുറവാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അത് അവിടെ കൊണ്ടുവരുവാനും അത് ഇവിടെ മറ്റുള്ള രോഗികളിൽ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് സാധാരണ ലെവലിലേക്ക് വരുവാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അത്യന്താപേക്ഷിതമായ ഏറ്റവും ആവശ്യമുള്ള ഘടകമായിട്ട് മാറും ലേസർ. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല വശങ്ങൾ പേഷ്യൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സർജറി, ഒരു മൈനർ ഒരു ഗം കറക്ഷൻ ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ലോക്കൽ ജസ്റ്റ് ടോപ്പിക്കൽ സർഫസിൽ അല്ലെങ്കിൽ മുകളിൽ അപ്ലൈ ചെയ്യാവുന്ന ജെല്ലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ആ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രൈൻഡിങ് എന്നുള്ള പ്രശ്നം, ഗ്രൈൻഡിങ് പറ്റാത്ത ആളുകൾക്ക് ലേസർ ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡിങ് ഇല്ലാതെ തന്നെ പല്ല് കട്ട് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോ. ഡോക്ടർ ഉണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, ഞാൻ പൊന്നാനിന്നാണ്, വേണു എന്ന് പറയും. ഓക്കെ. വേണു എന്നാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്ക് എന്താ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പല്ലുകള് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് ഒരു 4-5 എണ്ണം വീണുപോയി. ബട്ട് അതിന്റെ കുറ്റികൾ സ്റ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കറുത്ത നിറത്തോട് കൂടിയിട്ട്. അത് ആക്ച്വലി പേടികൊണ്ടാണ് ഇഞ്ചക്ഷൻ കുത്തണം, അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇതുവരെയും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ബട്ട് ഇപ്പൊ നോക്കുമ്പോ അത് കറുത്തതായിട്ട് കാണുന്നുണ്ട്. ബട്ട് അത് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. അത് ഒരു വേദനയോ അല്ലെങ്കിൽ അത് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതങ്ങനെ കുറ്റിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് ഇപ്പൊ അത് താഴത്തെ പല്ലുമില് അത് പക്ഷെ പോയിട്ടുമില്ല, ഒന്നുമില്ല. അത് ഭയങ്കര വേദന. അപ്പൊ ഇതിപ്പോ ഈ കണ്ടപ്പോ ഡോക്ടറോടൊന്ന് ചോദിക്കാമല്ലോ അതിനെ പറ്റിയിട്ട് എന്ന് വെച്ചിട്ടാണ്. കുറ്റിപ്പല്ലുകൾ വെച്ചോണ്ടിരിക്കണം ശരിയല്ല. കാര്യം നമ്മുടെ ശരീരത്തിലൊരു ഇൻഫെക്ഷനാണ്, ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് തന്നെ നമുക്കത് എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കണം ശരിയല്ല. വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം. അത് അനസ്തേഷ്യ പേടിച്ചിട്ട് എടുക്കാണ്ടിരിക്കേണ്ട. ലോക്കൽ ജസ്റ്റ് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ എടുത്തിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് നമുക്ക് പല്ലെടുത്ത് മാറ്റാവുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഒരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? വിളിക്കുന്നത് ഡോക്ടർ ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. ഹലോ ഡോക്ടർ, എനിക്ക് 2-3 സംശയങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് പല്ല് 3 മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്ത് കഴിച്ചാൽ 3 മാസത്തിലേക്ക് ക്ലീൻ ചെയ്യുന്ന പല്ലിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുന്നത്, പല്ലിന് ഇനാമം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഓക്കെ, പറഞ്ഞു. പല്ല് ക്ലീൻ ചെയ്യണമുണ്ട്. ഒരു 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. 6 മാസത്തിലൊരിക്കൽ മസ്റ്റായിട്ട് നമ്മൾ ക്ലീനിങ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ
സലൈവയിലുള്ള സ്റ്റിക്കി സബ്സ്റ്റൻസ് പ്രോട്ടീൻസ് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഫുഡും കൂടി മിക്സ് ആയിട്ട് ഒരു കാൽക്കുലസ് അല്ലെങ്കിൽ ഒരു കാൽസിഫൈഡ് ആയിട്ടുള്ള മാസമായിട്ട് മാറും. അപ്പോൾ അത് പല്ലിൽ പറ്റി പിടിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും മോണരോഗങ്ങൾ വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഓരോ 6 മാസത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് പുളിപ്പ് വരേണ്ട ആവശ്യമില്ല. കാര്യം ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാസോണിക് ഡിവൈസ് കൊണ്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൈൻഡിങ് ഒരു മോഷനല്ല, ജസ്റ്റ് അൾട്രാസോണിക് വൈബ്രേഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല്ലുകൾക്ക് വലിയ ബുദ്ധിമുട്ട്, വളരെ സൂക്ഷിച്ച് കെയറോടെ ചെയ്യുമ്പോൾ വളരെ പ്രശ്നങ്ങൾ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊരു പുളിപ്പ് വരേണ്ട ആവശ്യമില്ല. ഒരു 6 months കൂടുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് ചെയ്യണം. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിന്. ഡോക്ടർ, ഈ വീഴുമ്പോഴെല്ലാം പല്ലും പകുതി വെച്ച് മുറിഞ്ഞു പോകുന്നൊക്കെ അവസ്ഥയുണ്ട്. അപ്പോൾ പലർക്കും അത് പിന്നെ തിരിച്ചത് ചെയ്യാൻ കഴിയുമോ? അതിനെന്തായിരിക്കും ശരിക്കും ചികിത്സ? നമ്മൾ ആക്സിഡന്റ് പറ്റുക, വീഴുക ഒക്കെ ചെയ്യുമ്പോൾ പല്ല് മുറിഞ്ഞു പോവുക, പൊട്ടിപ്പോവുക. അങ്ങനെ പൊട്ടിപ്പോകുന്ന പല്ലുകൾ വളരെ ഇപ്പോൾ പൾപ്പ്, അതായത് വേദന ഇല്ലാത്തൊരു ഭാഗത്താണ് ആ മുറിവ് പൊട്ടലെങ്കിൽ നമുക്ക് അടച്ച് സംരക്ഷിക്കാൻ സാധിക്കും. സാധാരണ പല്ലടക്കണം വെളുത്ത മെറ്റീരിയൽ വെച്ചിട്ട് അടച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ല, വേദനയോടുള്ള ഒരു പകുതി വെച്ചിട്ട് പൊട്ടിപ്പോവുക, മോണയുടെ കുറച്ച് മുകളിലായിട്ട് പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പുളിപ്പുണ്ടെങ്കിൽ നമുക്കത് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്യാൻ സാധിക്കും. അതുമല്ല, പല്ല് മുഴുവനായിട്ട് ഇളകി കയ്യിലേക്ക് പോരുക, ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. ആ ഒരു കേസിൽ നമുക്ക് തിരിച്ച് പല്ല് വെക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആ പല്ല് തിരിച്ച് നമുക്ക് വെച്ച് അത് തന്നെ സേവ് ചെയ്ത് നിർത്താൻ സാധിക്കും. പിന്നെ റൂട്ട് കനാൽ ചെയ്ത് സേവ് നിർത്താൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ മിക്ക ആളുകൾ കൊണ്ടുവന്ന് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് വരിക, അതല്ല ചെയ്യേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലിട്ടുകൊണ്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ പാല് കൊണ്ടുവരാനാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അതൊന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളത്തിലെങ്കിലും ഇട്ടുകൊണ്ട് വരിക. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ എത്തുകയാണ്, നമുക്ക് തിരിച്ചത് വെച്ച് ആ സാധാരണ പല്ല് പോലെ നിലനിർത്താൻ സാധിക്കും. ഞങ്ങൾ ഇവിടെ ഒരുപാട് കേസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത സക്സസ് ആയിട്ടുള്ള ഇതാണ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, വയനാട്ടിൽ നിന്ന് ഷാഫിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. ഞാൻ ഇത് ഡെയിലി 2 നേരം പല്ല് തേക്കുന്നതാണ് കറക്റ്റ്. ഓക്കെ. കോൾഗേറ്റും നമ്മളെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് തേക്കുന്നത്. രാത്രിയിൽ തേക്കുന്നുണ്ട്, രാവിലെ തേക്കുന്നുണ്ട്. പക്ഷെ പല്ലിന് നല്ല കറയുണ്ടോ? ഓക്കെ. മാറുന്നില്ല. അതിന് വല്ല ചെയ്യാൻ പറ്റുമോ? കറ എന്ന് വെച്ചാൽ ആദ്യം മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ച് വന്നതാണ് കറ പോലെ വന്നത്? നേരത്തെ മുതൽ ഉണ്ടായിരുന്നു? ഇടക്കാലത്ത് വെച്ചുണ്ടായിരുന്നതാണ്. ബ്രഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൂടുതൽ കളറൊന്നും ഇല്ലാത്ത പേസ്റ്റുകൾ ഉപയോഗിക്കുക. പിന്നെ സാധാരണഗതിയിൽ കറ വരും, നമ്മൾ ചായ അങ്ങനെയുള്ള നമ്മുടെ കറികളിലുള്ള അതൊക്കെ മഞ്ഞൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ കറ വരാൻ സ്വാഭാവികമാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷിങ് കൂടാതെ തന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ചെറിയൊരു ക്ലീനിങ്, സ്കെയിലിംഗ് എന്ന് പറയും നമ്മൾ, അതായത് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കറയൊക്കെ ഒരുവിധമൊക്കെ ഒരു പരിധിവരെ ചെയ്യാൻ സാധിക്കും, മാറ്റാൻ നമുക്ക് സാധിക്കും. ഇത് നേരത്തെയുള്ള കറ ചിലപ്പോൾ ഫ്ലൂറോസിസ് പോലുള്ള സംഭവങ്ങൾ സംശയിക്കും. പക്ഷേ ഇങ്ങനെ അല്ല, ഇടക്കാലത്ത് വെച്ച് വന്ന കറയാവേണ്ട എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ശീതളപാനീയങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലീനിങ് കൊണ്ട് നമുക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ. ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കേണ്ട സമയമായി. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. മൈ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, തൊട്ട് മുൻപ് വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അവർ പേസ്റ്റ് ഇട്ടാണ് തേക്കുന്നതെന്ന് പറയുന്നത്. എങ്ങനെയാണ് പല്ല് തേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ്? പേസ്റ്റ് ഇട്ട് തേക്കുന്നതാണോ അതെയോ പൽപ്പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുന്നതായിരിക്കും? പല്ല് തേക്കുന്നതിൽ ഏറ്റവും നല്ലത് പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുന്നതാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബ്രസീവ്സ് പറഞ്ഞൊരു പാർട്ടുണ്ട് പൽപ്പൊടിയിൽ. അത് ഈ 0 അബ്രസീവ്സ് ആയിരിക്കും ഇപ്പോഴത്തെ പുതിയ പേസ്റ്റുകളെല്ലാം. കൂടുതൽ അബ്രസീവ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൽപ്പൊടികളിൽ പല്ലിന് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനാമൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 4000 ഇയേഴ്സൊക്കെ ഒന്നും കംപ്ലൈൻറ്റ് വരാതെ മണ്ണിൽ കിടക്കുന്ന സാധനം. പക്ഷേ അത് നമ്മുടെ ബ്രഷ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബ്രസീവ്സ് ഉപയോഗിച്ച് കൂടുതൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കേട് സംഭവിക്കും, തേയ്മാനം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ബ്രഷ് ചെയ്യേണ്ട സമയം എത്ര മിനിറ്റാണ്? ഒരു 2-3 മിനിറ്റോളം നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള നമുക്ക് ഇഷ്ടം ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കൂടുതൽ ബലമായിട്ട് ചെയ്യേണ്ട, വളരെ ശ്രദ്ധിച്ച് കണ്ണാടി മുമ്പിൽ നിന്നിട്ട് ഓരോ പല്ലുകളും ക്ലീൻ ചെയ്ത് ചെയ്യാം. അതിനൊപ്പം തന്നെ ഫ്ലോസ് ഉപയോഗിക്കാം. ഓരോ പല്ല് ഇടക്ക് ക്ലീൻ ചെയ്യാൻ ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടക്കുള്ള പല്ലിന് ഇടക്ക് വരുന്ന കേടുകൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, ഒരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് സാർ, സുധാരൻ. ഓക്കെ, ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സുധാകരനാണ്. പറഞ്ഞോളൂ സാർ. പല്ലിന്റെ ഇടയിൽ ചെറിയൊരു ഓട്ട, പല്ലിന്റെ ഇടയില് നമ്മളീ പല്ലുണ്ടല്ലോ, പല്ലിന്റെ ചെറിയൊരു ഓട്ട, അതില് ചെറിയൊരു ഓട്ട. പക്ഷെ അത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൊട്ടി പോരുന്നുണ്ട്. അതെന്താ കാരണം?
പല്ല് കേടുകൊണ്ടായിരിക്കും പല്ലിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോസ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് അക്യുമുലേഷൻ ഫുഡ് കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഫുഡ് അവിടെ കയറി ഇരിക്കുകയും നമ്മൾ പുറത്തേക്ക് പോകാതെ കഴിയുമ്പോൾ അവിടെ കേട് വരാൻ ചാൻസ് ഉണ്ട്. ആ കേട് വരുമ്പോൾ ആണ് സാധാരണത്തിൽ പല്ലിങ്ങനെ പൊട്ടിപ്പോണ പോലെയും ആ ഹോൾ വരുന്നതിന് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ കേട്ടത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ പോലുള്ള ചികിത്സകൾ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ചെറിയ കേടുകളാണ് അല്ലെങ്കിൽ ഫുഡ് അക്യുമുലേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ച് അല്ലെങ്കിൽ അടച്ച് ശരിയാക്കുകയാണെങ്കിൽ അത് പല്ല് നിലനിന്നോളും. പിന്നീട് അത് എടുത്തു കളയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ വേദന വരാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു ദന്ത ഡോക്ടറെ കണ്ട് സാധാരണ പോലെ തന്നെ അടച്ച് പല്ല് രക്ഷപ്പെടുത്തേണ്ടതാണ്. ഡോക്ടർ, മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് എത്രത്തോളം നല്ലതാണ്? മൗത്ത് വാഷുകൾ നമുക്ക് ഉപയോഗിക്കാം ഒരു ലിമിറ്റ് വരെ. ഇപ്പോൾ എന്തെങ്കിലും മോണകളിൽ ഒരു ബാഡ് സ്മെല്ലുണ്ട്, ബാഡ് ബ്രത്ത് പോലെ ഉണ്ട്, അതിൽ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേണ്ടി മൗത്ത് വാഷ് ഉപയോഗിക്കാം. എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് മൗത്ത് വാഷ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കുക. ആഴ്ചകളോളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു കെമിക്കൽ യൂസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ മൗത്ത് വാഷ് ഒരിക്കലും ബ്രഷിങ്ങിന് ഈക്വലൻ്റ് അല്ല. നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഒരു കാലത്ത് ഞാൻ മൗത്ത് വാഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യണം. അതല്ല, ശരിക്കും മൗത്ത് വാഷ് ജസ്റ്റ് ഒരു ചെറിയൊരു ആൻറ്റി മൈക്രോബയൽ ബാക്ടീരിയാസിനെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും അത് ബ്രഷിങ്ങിനൊരു ഇതായിട്ട് നമുക്ക് സാധിക്കില്ല. റൂട്ട് കനാലിന് പകരം നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാനുള്ളത്? റൂട്ട് കനാലിന് പകരം ലേസർ ചികിത്സ, ഹാർട്ട് ടിഷ്യൂ ലേസർ വെച്ചിട്ട് വേണമെങ്കിൽ റൂട്ട് കനാൽ പ്രിപ്പറേഷനിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാധാരണ ലെവലിലുള്ള റൂട്ട് കനാൽ ചികിത്സയുടെ ഒപ്പം തന്നെ അതോടൊപ്പം ചേർന്ന് ലേസർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സീലിംഗ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ റിഡക്ഷൻ നമുക്ക് സാധിക്കും. പിന്നെ ഹാർട്ട് ടിഷ്യൂ ലേസർ വെച്ച് റൂട്ട് കനാൽ ഓപ്പൺ ചെയ്യാനും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും മാത്രം. ഈ ലേസർ ട്രീറ്റ്മെൻറ്റും മറ്റ് ട്രീറ്റ്മെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പുതിയ ഒരു വേർഷനാണ് ട്രീറ്റ്മെൻറ്റ്. ദന്ത ചികിത്സയിൽ ഏറ്റവും പുതിയൊരു വേർഷനായിട്ടാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള ചികിത്സകളുമായുള്ള വ്യത്യാസം മെയിനായിട്ട് ഇപ്പോൾ ആരായാലും ഒരു രോഗിക്ക് ഭയം എന്ന് പറഞ്ഞ വികാരമാണ്. ഒരു ഡെൻ്റൽ സാറിൻ്റെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവർക്ക് പേടിയാണ്. മിക്ക ആൾക്കാരും പറഞ്ഞാൽ ഞാൻ ഇഞ്ചക്ഷനെ പേടിക്കുന്നു, അത് പേടിക്കുന്നു, ഇത് പേടിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഭയം എന്നുള്ള ആസ്പെക്റ്റിന് ആദ്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഗ്രൈൻഡിങ് സൗണ്ട്, വൈബ്രേഷൻസ്, കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭയങ്കര വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ ലേസർ ഉപയോഗിക്കുന്ന ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയം എന്ന് പറഞ്ഞ ആസ്പെക്റ്റിനെ കുറച്ച് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ പ്രൊസീജിയർ ഇഞ്ചക്ഷൻസ് വേണ്ട. അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ടാവില്ല. വളരെ ചെറിയ കുട്ടികൾക്ക് പോലും പല്ല് ഗ്രൈൻഡിങ്, കട്ടിങ് പോലുള്ള സാധനങ്ങൾ, ക്യാവിറ്റി കട്ടിങ് പോലുള്ളതൊക്കെ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അറിയുമല്ലോ, ആ ഫീല് ഉണ്ടാവില്ല, ഗ്രൈൻഡിങ്ങിനൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കുറച്ചും കൂടി ഈസി ആക്കാൻ, അല്ല രോഗികൾക്കുള്ള ഭയം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? പറയൂ. ഹലോ പറയൂ. ഹലോ, ഡോക്ടർ അല്ലേ? അതെ അതെ അതെ. സാറേ, ഞാനേ ബാബുരാജാ സംസാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ എന്റെ നമ്മുടെ ഈ മോണോട് ചേർന്ന ഭാഗത്തിന് നമ്മുടെ പല്ലിന്റെ ഇടത്ത് സൈഡിലെ എന്റെ വലത്ത് കൈപ്പാടിന്റെ പക്കത്തിൽ 3 പല്ലുകളുടെ എനാമല് പോകുന്നത്. ഞാൻ പിന്നെ ബ്രഷ് ചെയ്താണ് പല്ല് തേക്കുന്നത്. അപ്പൊ ഈ പിന്നെ അതെന്താ അങ്ങനെ വരുന്നത്? കൂടുതൽ ഹാർഡായിട്ടുള്ള ബ്രഷാണോ ഉപയോഗിക്കുന്നത്? ഹലോ, കൂടുതൽ കട്ടിയുള്ള ബ്രഷുകളാണോ ഉപയോഗിക്കുന്നത്? അല്ലല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ബ്രഷും പല്ലും കൂടി ചേർന്ന ആ ഭാഗത്ത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴുള്ള ഒരു ഫോഴ്സ് കൊണ്ട് വേണമെങ്കിൽ തേയൽ പോലെയുള്ള സംഭവിക്കാം, അബ്രേഷൻ പോലെയുള്ള സംഭവിക്കാം. അതോടൊപ്പം തന്നെ അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ അബ്ഫ്രാക്ഷൻ, അതായത് പല്ലുകളിൽ വരുന്ന സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് കൊണ്ട് വേണമെങ്കിൽ തേയ്മാനം സംഭവിക്കാമെന്ന് പുതിയതായിട്ട് ഒരു കണ്ടെത്തലുണ്ട്. അപ്പോൾ അത് എനിക്ക് ഈ ഒരു കണ്ടീഷൻ എനിക്ക് തോന്നണത് മിക്കവാറും ബ്രഷിങ്ങിൻ്റെ കൂടുതൽ ബലം കൊടുത്ത് ബ്രഷ് ചെയ്യണം. സോഫ്റ്റ് ബ്രഷ് ആണെങ്കിൽ തന്നെ ഒരു മീഡിയം ടൈപ്പ് ബ്രഷ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കൂടുതലായിട്ട് ഫോഴ്സ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് നമ്മൾ ഫോഴ്സ് കോൺസെൻട്രേഷൻ വരുമ്പോഴേക്കും അവിടെ ഒരു തേയ്മാനം സംഭവിക്കാൻ അല്ലെങ്കിൽ അബ്രേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കുറക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ലേസർ വൈറ്റനിങ് എന്ന് വെച്ചാൽ എന്താണ്? ലേസർ വൈറ്റനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പല്ലുകളിൽ നിറം മാറ്റം, ഇപ്പോൾ ഓരോ കാലാനുഗതമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കനുസരിച്ചും
നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ചും സാധാരണഗതിയിൽ സിഗരറ്റ് വലിക്കുന്നവർക്ക്, കൂടുതൽ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നവർക്ക്, കൂടുതൽ പാനീയങ്ങൾ കുടിക്കാനുള്ള പാനീയങ്ങൾ, ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പല്ലിന് നിറം മാറ്റം വരുവാൻ വരും. അപ്പോൾ അതുകൊണ്ട് ആ നിറം മാറ്റം വരുന്നതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണ ലെവലിലേക്കുള്ള നിറം മാറ്റത്തിലേക്ക് നിറത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വൈറ്റനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ലേസർ ഉപയോഗിച്ചുള്ള വൈറ്റനിങ് നമുക്ക് സാധിക്കും. ലേസർ ഉപയോഗിച്ചുള്ള വൈറ്റനിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറിയ രീതിയിലുള്ള ഇനാമലിൻ്റെ മെൽറ്റിംഗ് ആൻഡ് റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് കേടുവരാനുള്ള പല്ലുകൾ കേടുവരാനുള്ള ചാൻസ് വളരെ കുറയും നമ്മളങ്ങനെ ഒരു ലേസർ വൈറ്റനിങ് ചെയ്യുമ്പോൾ, സാധാരണ വൈറ്റനിങ്ങിനെക്കാട്ടിയും കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൂറൈഡ് ആയിട്ടുള്ള ആറ്റംസ് അതിൻ്റെ മോളിക്യൂൾസ് അതിൻ്റെ വരികയും അതുകൊണ്ട് ഫർദർ ആയിട്ടുള്ള കേടുപാടുകൾ വരാനും അതുപോലെ ആസിഡ് പെർമിയബിലിറ്റി, ബാക്ടീരിയൽ പെർമിയബിലിറ്റി കുറക്കുവാനും നമുക്ക് ലേസർ വൈറ്റനിങ് കൊണ്ട് സാധിക്കും. ഈ പല്ലിലേക്ക് എന്തെങ്കിലും ശക്തിയായിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ പല്ലിന് ചതവൊക്കെ വരുമ്പോൾ നിറവ്യത്യാസം വരും, അത് തന്നെ മാറുമോ ഭാവിയിൽ? അതെയോ അതിനെന്തെങ്കിലും പ്രത്യേകം ചികിത്സ ചെയ്യണം? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൽ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നെർവുകളുണ്ട്, ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളും ഞരമ്പുകളുണ്ട്. പല്ലിൽ പെട്ടെന്നൊരു അടി പറ്റുമ്പോൾ വളരെ നമ്മുടെ മുടിയുടെ അത്രയും കനം കുറഞ്ഞ നെർവ്സ് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അത് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ അത് ജീവനില്ലാത്ത നോൺ വൈറ്റലായിട്ട് വരും. അതുകൊണ്ടാണ് കളർ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരണമെന്നില്ല, സമയം എടുത്തിട്ട് വരുള്ളൂ. പതിയെ കളർ നിറം മാറി വരും. അപ്പോൾ അങ്ങനെ വരുന്ന പല്ലുകൾ അങ്ങനെ തന്നെ വെച്ചാൽ ഒരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സിസ്റ്റുകൾ അല്ലെങ്കിൽ മുഴകൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരും. അതിലും നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നിറമാറ്റം വരുന്ന പല്ലുകൾ റൂട്ട് കനാൽ ചികിത്സ നടത്തി ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ഫിക്സേഷൻ പല്ല് വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. പറഞ്ഞോളൂ. സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുക. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഡയബറ്റീസ് ഉള്ളതാണ്. ഞാൻ ഒരു 10 വർഷമായി ഡയബറ്റീസ് ഉള്ളതാണ്. ഓക്കെ, പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കാമോ? അപ്പോ ഈ പല്ല് കംപ്ലീറ്റ് ഇങ്ങനെ ഇളകിക്കൊണ്ട് ഒരു 4-5 പല്ല് എടുത്തു. പക്ഷെ ഇപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വേദനയും, മോണയൊക്കെ ഭയങ്കര വേദനയും. ഡയബറ്റിസ് കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതിരിക്കുകയാണ്? മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇതിനു മുമ്പ് അത് മരുന്ന് കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഷുഗർ വന്നതിന് ശേഷം മരുന്ന് കഴിക്കാതിരുന്ന അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? കണ്ടുപിടിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മരുന്ന് കഴിക്കാതിരുന്നിട്ടുണ്ടോ ഷുഗർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്? ഹലോ. കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒന്നും മരുന്ന് കഴിച്ചിട്ടില്ല. കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷമാണ് ഈ പല്ലുകളുടെ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾഡ് അല്ലാത്ത ഒരു ഡയബറ്റീസ്, അപ്പോൾ ശരിക്കുള്ള കറക്റ്റായ ഡോസിൽ ഇപ്പോൾ കറക്റ്റ് അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സാധാരണ ഇതിൽ പല്ലുകൾ ഇപ്പം മോണകളിൽ വായിൽ ഒരുപാട് രോഗാണുക്കളുണ്ട്. അപ്പോൾ ഈ രോഗാണുകൾ കംപ്ലീറ്റ് കൂടുതൽ ഷുഗർ കൂടുന്ന സമയത്ത് അത് കൂടുതലായിട്ട് പെരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് മോണകളെ ബാധിക്കുകയും ആ മോണകളെ ബാധിക്കുന്ന അടുത്ത സ്റ്റേജ് പെരിഡോണ്ടൈറ്റിസ്, ആ ഒരു സ്റ്റേജിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണരോഗങ്ങളല്ലാതെ തന്നെ ആദ്യം രക്തം വരിക, അതിനുശേഷം എല്ലുകളെ ബാധിക്കുകയും എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കും. ഇത് കൂടുതലും ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ ഉള്ള രോഗികളിലായിരിക്കും ഇത് കൂടുതലായിരിക്കും സാധാരണ ആളുകളെക്കാട്ടിയും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം, ഇപ്പോൾ കുറച്ച് പല്ലുകൾ പോയി എന്നല്ലേ പറഞ്ഞത്, ആ ബാക്കിയുള്ള പല്ലുകൾ പോകാതെ ഷുഗർ കൺട്രോൾഡായ സ്റ്റേജിൽ ഗം സർജറീസ് അല്ലെങ്കിൽ മോണക്ക് ചെയ്യാവുന്ന ചില ശസ്ത്രക്രിയകളുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ശസ്ത്രക്രിയകളൊന്നുമല്ല. അപ്പോൾ ഇനിയുള്ള പല്ലുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മോണ പതിയെ തുറന്ന് അതിലേക്ക് ബോൺ റീപ്ലേസ്മെൻറ്റുള്ള മെറ്റീരിയൽസ് ഇട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള പല്ലുകൾ കൂടി പോകാതിരുന്നുള്ളൂ. ഇനിയും അത് എനിക്ക് തോന്നുന്നു വെച്ചുകൊണ്ടിരിക്കായിരിക്കും നല്ല കാര്യം. ഓരോ പ്രാവശ്യം ഓരോ പല്ല്, പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെയുള്ള നല്ലൊരു ഡെന്റൽ സർജനെ കണ്ടിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കി എത്രത്തോളം പല്ലുകൾ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിന് പറ്റിയ ചികിത്സകളിലേക്ക് പോകണം. അതായിരിക്കും ബെറ്റർ ചോയ്സ്, നല്ല ചോയ്സ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറിൽ നാളെ കാണാം. നമസ്കാരം.